അല്ലേ? പോവാം, വാ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്. കാരണം എന്താണെന്ന് പറയാം, ഡോൺ ഈ ഞായറാഴ്ച സെമിനാരിൽ പോവാണ്. അപ്പോൾ അവനെ കൊണ്ട് ജസ്റ്റ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാറുള്ള ഗ്യാപ്പ് റോഡിലുള്ള ഗ്രീൻ മെയിൻ റോഡിൽ നിന്ന് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയായിട്ട് എന്ത് വീടുകളുടെ സൗണ്ട് അല്ലേ അല്ലേ? എന്താ പൊന്നു, അടിപൊളിയല്ലേ? ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി കിടക്കുന്ന അതേ ഫീൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? വാടാ, നോക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിപൊളി. അയ്യോ, അവിടെ നോക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അടി നന്നായിട്ട് അറിയും. അതാട്ടോ, ഇതാണ് ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. ഇഷ്ടമുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. നോക്കിയാണ്ട ഒരു 6-5 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് റിസോർട്ടിലേക്കുള്ള വഴി കേട്ടോ. എടാ, ലഗേജ് എടുത്തോ, എന്നിട്ട് ചെക്ക് ഇൻ ചെയ്യാം. നമ്മളിപ്പോൾ പോകുന്നത് റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്കാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് അഡ്വാൻസ് ചെയ്തതാണ്. എന്നാൽ അവിടെ പോയിട്ട് നമ്മുടെ പ്രൂഫും കാര്യങ്ങളും കൊടുക്കണം. നമ്മുടെ അഡ്രസ്സ്, പേര്, ഫോൺ നമ്പർ എല്ലാം എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ റിസപ്ഷനിലേക്ക് കയറുവാണ്. നേരെ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടോ, ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടിക്കാണ് താഴേക്ക് പോകുന്നത്. റിസോർട്ടിൻ്റെ മാനേജർ ഞങ്ങൾക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുവാണ് കേട്ടോ. ഇദ്ദേഹമാണത്. പേരെന്തായിരുന്നു? ശ്രീലാൽ അല്ലേ? ഇവിടെ മാനേജറാണ് അല്ലേ ഹോട്ടലിൽ? അപ്പോൾ ഓക്കെ, വാ പോ. ജീപ്പിലാവുന്ന 100 മീറ്റർ ഉണ്ട്. ഡോൺ അതിനകത്ത് കയറുന്നുണ്ടോ നീ? ഇല്ലല്ല, ഫ്രണ്ടിൽ കയറുന്നുണ്ടോ? അന്ന് ബാക്കിലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് 100 മീറ്റർ ഉണ്ട് ഞങ്ങളുടെ കോട്ടേജിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ജീപ്പിനാണ് പോകുന്നത്. നല്ല കുത്തനെയുള്ള ഇറക്കമുണ്ട്. പേടിച്ചിരിക്കുന്നെങ്കിൽ എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ കോട ഇല്ല. ഇപ്പം ഒരു അരമണിക്കൂർ മുകളിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞു. പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കോട്ടേജിലേക്കുള്ളത്. കോട്ടേജിലാണ്. വണ്ടി കൊണ്ടൊന്ന് നിർത്തിയേക്കുന്ന സ്ഥലമുണ്ട്. ഇത് കണ്ടിട്ട് എൻ്റെ പേടിയാവുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ് വരുന്നത്. ഇവിടെ 2 റൂമാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ 6 പേരുണ്ട് മൊത്തം. അപ്പോൾ ഒരു റൂമിൽ 3 പേര് വെച്ചിട്ട്, അപ്പോൾ ശരിക്കും ഒരു റൂമിൽ 2 പേരാണ്. ഞങ്ങൾ എക്സ്ട്രാ ബെഡ് പറഞ്ഞിട്ട് 1000 രൂപയാണ് ഒരു എക്സ്ട്രാ ബെഡിന്. അങ്ങനെ ഒരു റൂമിൽ 3 പേര് വെച്ചിട്ട് 2 ബെഡ്റൂമാണ് ഈ റിസോർട്ടിലുള്ളത് കേട്ടോ. അല്ലേ? അപ്പോൾ ലഗേജൊക്കെ എടുത്തേക്ക് നോക്കി എല്ലാവരും. അത്യാവശ്യം നല്ല ഇറക്കമുണ്ടാ. ഇപ്പോൾ ഇവിടെ നിന്ന് മിസ്റ്റ് കയറി വരുമെന്നാണ് ഇവിടുത്തെ മാനേജർ പറഞ്ഞത്. അവിടെ ഇവിടെ റിസോർട്ടുകളുണ്ട് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ട്രീ ഹൗസ് കേട്ടോ. ഇതിവിടെ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കണ്ടോ. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ജസ്റ്റ് ഞങ്ങൾ വന്നുള്ളൂ. അപ്പോൾ വന്നിട്ട് അകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. റൂമും കാര്യങ്ങളും എങ്ങനെയാണ് നോക്കട്ടെ. താഴെ മുകളിലായിട്ടാണ് ഞങ്ങളുടെ റൂമേ. ഹായ് ഗൈസ്, നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു? ഇപ്പം ഞാനുള്ളതുണ്ടല്ലോ മൂന്നാറ് നമ്മുടെ ചിന്നക്കനാൽ പോകുന്ന റൂട്ടുണ്ടല്ലോ, ഗ്യാപ്പ് റോഡ് എന്ന് പറയും. അവിടെ ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ട് മൂന്നാറിലാണ് കേട്ടോ. ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നും നാളെയും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ റിസോർട്ട് നിങ്ങളൊന്ന് കാണിക്കാനും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ റിസോർട്ട് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അവിടെ 3 റിസോർട്ടാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ ഞങ്ങൾ 2 റൂമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയൊരു ടെൻറ്റാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ജീപ്പിന് കൊണ്ടുവരുന്നത്. ലഗേജും പിന്നെ ഇറക്കവും ഉള്ളത് കാരണം അവർ ജീപ്പിനാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഓരോരോ കോട്ടേജുകളാണ്. ഇത് സിംഗിൾ കോട്ടേജാണ്, ഇത് ഡബിൾ കോട്ടേജ്, അത് ഡബിൾ കോട്ടേജ്, അത് ട്രിപ്പിൾ കോട്ടേജാണ്. പിന്നെ ഇനി താഴെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ ഈ ഏരിയയിൽ മൊത്തം കോടയാണ്. നോക്കി, ഈ മരങ്ങളുടെ മൊത്തം ഇടയിൽ ഇപ്പോൾ കോട കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:45 സമയം, വൈകിട്ട് കേട്ടോ. അപ്പോൾ ഇനി 5 മണി 6 മണി ആകുന്തോറും കോട ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഈ സ്ഥലവും ഈ ആംബിയൻസും. ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ബാക്കി നമുക്ക് താഴേക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. കമാൺ. താഴേക്ക് വരുമ്പോൾ ഇതൊരു ഡബിൾ കോട്ടേജാണ് കേട്ടോ. ഇവിടെയും അപ്പുറത്തും
2 റൂം വെച്ചിട്ടാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു ഗാർഡൻ ആയിട്ട് വരും. ഇതിൽ കൂടിയൊക്കെ വണ്ടി ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി ഇറങ്ങി പോകുന്നത്. എല്ലാ കൊട്ടേജിലും ജീപ്പ് പോകുന്നതാണ്. കാരണം ലഗേജും ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നല്ല നീറ്റായിട്ട് ഇവിടെ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. ഇവിടെ ഒരു ചപ്പ് ചവറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അടിച്ച് വൃത്തിയാക്കിയിട്ട് നല്ല വൃത്തിയോടുകൂടി തന്നെയാണ് ഇവർ സൂക്ഷിക്കുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ് വരുന്നത് കേട്ടോ. ഈ കോട്ടേജിൽ 3 റൂമുകളുണ്ട്. ഇതൊന്ന്, ഇത് 2, അത് 3. അവിടെയാണ് അപ്പനും അമ്മയും താമസിക്കുന്നത്. ഞാൻ, നെഹയും, ഡോണും ഇവിടെയാണ്. ഡിയോണും അപ്പനും അമ്മയും ആ കോട്ടേജിലാണ് കേട്ടോ. ഞങ്ങളുടെ കോട്ടേജ് മുകളിലാണ്. മുകളിലേക്ക് കയറാം. ഇത് ഓരോ കോട്ടേജിനും ഓരോ ബേഡ്സിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത്. താഴെ മുകളിലാണോ? ഇതൊരു ബെഡ്റൂം അല്ലേ? ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ബെഡ്റൂം. ഞങ്ങൾ എക്സ്ട്രാ ബെഡ് പറഞ്ഞേക്കുന്നുണ്ട്. ഒരു ബെഡ് ഇവിടെ ഇട്ടേക്കുന്നുണ്ടോ. ഇതാണ് ശരിക്കും 2 പേർക്കുള്ള റൂം. നോർമൽ 2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂമാണ്. ഇവിടെ ഒരു മിററുണ്ട്, ചെയറുണ്ട്, പിന്നെ ചെറിയ ടേബിളുണ്ട്, പില്ലോ ഉണ്ട്, ബാക്കിയുള്ള ടവലും കാര്യങ്ങളെല്ലാം ഉണ്ട്. TV ഉണ്ട്, 2 കുപ്പി വെള്ളമുണ്ട്, 2 ഗ്ലാസ് ഉണ്ട്, കെറ്റിലുണ്ട്, പിന്നെ പാൽപ്പൊടി, കാപ്പിപ്പൊടി, ചായപ്പൊടി, പഞ്ചസാര 2 കപ്പുണ്ട്, പിന്നെ മിനി ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ 2 കസേര നോർമൽ. പിന്നെ നമ്മൾ ടോയ്ലറ്റ് എങ്ങനെയാണ് കാണണ്ടേ? ടോയ്ലറ്റ് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇതല്ലോ അവരുടെ റൂം ഞാൻ കാണിച്ചു തരാം. താഴെയാണ് അവരുടെ അമ്മയൊക്കെ താമസിക്കുന്ന റൂം കേട്ടോ. ഓക്കെ, ഹായ്. ഇതിൻ്റെ ബാൽക്കണി ഉണ്ടല്ലേ? ഇത് കൊള്ളാം. ഇതിന് ബാൽക്കണി ഉണ്ട്. ഇത് തുറക്കാൻ പറ്റില്ലേ? അയ്യോ, അതിന് ബാൽക്കണി ഉണ്ടോ? അത് ശ്രദ്ധിച്ചില്ല, കുഴപ്പമില്ല. ഇതുണ്ട്, കൊള്ളാം. 2നും ബാൽക്കണി ഉണ്ട് കേട്ടോ. അടിപൊളി. സെയിം തന്നെ, റൂം സെയിം തന്നെ അല്ലേ? എല്ലാം സെയിം തന്നെ അല്ലേ റൂമെല്ലാം? അല്ല, ടോയ്ലറ്റ് ഇതിനകത്ത് അലമാരി ഉണ്ട് തോന്നുന്നു. ഞങ്ങൾക്ക് അലമാരി ഇല്ലേ? അപ്പോൾ അലമാരി ഉണ്ട്. ഞാൻ നേരത്തെ ഇവിടെ കറക്റ്റായിട്ട് ബാൽക്കണി ഉണ്ടില്ല. ഇവിടുത്തെ ബാൽക്കണിയുടെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളിയല്ലേ? നോക്കൂ, കൊള്ളാം. അതേ കണ്ട കോട കയറി വരുന്ന നോക്കി, കോട കയറി വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇനി കോട്ടേജുകളുണ്ട് കേട്ടോ താഴെ. ഇതൊരു കോട്ടേജാണ്. ഇത് 2 കോട്ടേജുകളാണ്, 2 റൂം വരുന്ന കോട്ടേജാണ്. ഇവിടെ വേറെ ജസ്റ്റ് പാറയാണ്. അതിന് മുകളിൽ ഒരു ഏണി വെച്ചിരിക്കുന്നത് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയൊരു പൂന്തോട്ടം പോലെ. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് മുറിച്ച് കളഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഇരിക്കാൻ, ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഏർമാടം നല്ലൊരു പാറയുടെ മുകളിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ പറ്റുന്ന, കണ്ടുമ്പോൾ മനസ്സിലാവുമല്ലോ, പോയി നിൽക്കുന്ന ഇരിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണുള്ളത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ട്രീ ഹൗസ്. ഇതാണ് ഞാൻ നിങ്ങളെ അവിടെ നിന്ന് കാണിച്ചില്ലേ, അവിടെ നിന്ന് കാണിച്ച ട്രീ ഹൗസാണ് ഇവിടെ കേട്ടോ. അതിൻ്റെ ബാക്കിൽ തന്നെ വേറെ കോട്ടേജ് ഉണ്ട് കണ്ടോ, അതൊരു കോട്ടേജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രീ ഹൗസിലേക്ക് പോവാം. നല്ല അടിപൊളിയായിട്ടാണ് ഒരു ട്രീ ഹൗസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ നോർമലി ഇതേപോലത്തെ കോട്ടേജിനേക്കാളും നല്ല റേറ്റാണ് അതിന്. എൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ എങ്ങനെയാണെന്നുള്ളത് ബാക്കി ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് എത്ര ഹൈറ്റിലാണെന്ന് അറിയാം ഈ ട്രീ ഹൗസ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. നോക്കി, ഇതിൻ്റെ ഹൈറ്റ് നോക്കി കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. വാ, നമുക്കുണ്ടല്ലോ ഇത് ഏത് വഴിയാണ് കയറുന്നത് നമുക്ക് കാണിക്കണ്ടേ? വാ, കാണിച്ചു തരാം. നമുക്ക് ഈ വഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് കണ്ടോ. ട്രീ ഹൗസിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയൊരു ഊഞ്ഞാലുണ്ട്, അടിപൊളിയാണ്. ഇതൊക്കെ കണ്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കോട ഇങ്ങനെ മാറി മറിഞ്ഞ് പോകുന്നത് കാണാം. ഇവിടെ ഇരിക്കാൻ തന്നെ പ്രത്യേക ഭംഗിയല്ലേ അല്ലേ? കണ്ടോ, ഇതിപ്പോൾ നേരെ നടക്കുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് മുകളിലേക്ക് കയറി കാണാൻ പറ്റുന്ന വ്യൂ പോയിൻ്റ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ ട്രീ ഹൗസിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, നോക്കിയേ. അവിടെ എനിക്ക് ആരും ഉണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാത്തത്. കണ്ടോ, വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. ഇത് മരമാണ് കേട്ടോ. ഈ സാധനങ്ങളെല്ലാം മരമാണ്. ഇത് സിമെൻ്റാണ്, പക്ഷേ ഇത് മരം കൊണ്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. മുകളിൽ ഷീറ്റാണ് കണ്ടോ. അടിപൊളിയല്ലേ? ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കോട്ടേജ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ വ്യൂ, മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ കണ്ടതേ ഇവിടെ ഇരുന്ന് വാവ് കാണാൻ പറ്റിയൊരു വിഷ്വലാണ് കാണുന്നത്. നോക്കി, അടിപൊളിയാണല്ലോ അല്ലേ? ഇതെല്ലാം പുൽമേടുകളാണ് കേട്ടോ. അത് നോക്കി, എന്ത് രസമല്ലേ കാണാൻ. ഇതല്ലേ
ഇതൊരു പഴയ കോട്ടേജാണ്, കാരണം അത് ഉപയോഗിക്കുന്നില്ല, അത് ഭയങ്കര മോശമായിട്ട് കിടക്കുന്നുണ്ട്. സംഭവം സൂപ്പർ സ്ഥലമല്ലേ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ, അടിപൊളിയാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് പൊളിക്കും. അപ്പോൾ സ്ഥലം പൊളിയല്ലേ, കപ്പിളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ശരിക്കും കപ്പിൾസിനാണ് ഈ പറ്റിയ സ്ഥലം, കാരണം രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് വർത്താനം പറഞ്ഞിരിക്കാം. നമുക്കിപ്പോൾ ഈ താഴേക്ക് പോകാം, താഴേക്ക് പോയിട്ട് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരേ. അപ്പോൾ നമ്മൾ ട്രീ ഹൗസിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോയി കഴിയുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ വലിയൊരു പാറക്കഷ്ണമുണ്ട്, അതുകൂടാണ്ട് പിള്ളേർക്ക് ഇരിക്കാനും ഊഞ്ഞാലാടാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പായലും പൂപ്പലും ഇവിടെ ഉണ്ട്, കാരണം മഴയുള്ള ഒരു സമയമാണല്ലോ ഇപ്പോൾ, മൺസൂൺ കാലമായതുകൊണ്ട് നോക്കി ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലടിച്ച് വീഴാൻ സാധ്യത, അല്ലെങ്കിൽ കുണ്ടി കുത്തി വീഴും ഉറപ്പാണ്. അപ്പോൾ നോക്കി ഇറങ്ങണം. അപ്പോൾ ഇത് ടാങ്കിൻ്റെ ഭാഗമാണ്, ഇത് വാട്ടർ ടാങ്കിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമുക്ക് ഇവിടം വരെ നടന്നു വരാം. അപ്പോൾ അവർ ഒന്ന് സെറ്റ് ചെയ്യും, പക്ഷെ അത് സിമെൻറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നില്ല, പാറ തന്നെയാണ് ആ ഭാഗം കേട്ടോ. ഇതാണ് നേരത്തെ നമ്മളെ മുകളിൽ നിന്ന് കണ്ട പാറയുടെ മുകളിലുള്ള സംഭവം. അവിടെ നിന്നുള്ള വെള്ളം ഇത് ഇങ്ങോട്ട് നേരെ പോകുന്നത് വലിയ ടാങ്കിലേക്കാണ്. ഇത് ഭയങ്കര വലിയൊരു പാറക്കഷ്ണമുണ്ട്. അപ്പോൾ ഡോൺ പോയ ഭാഗത്ത് അവർ ടയർ കൊണ്ട് ഊഞ്ഞാലി കെട്ടിയിട്ടുണ്ട്, അല്ലാണ്ട് സാധാരണ തടിക്കഷ്ണം കൊണ്ടും ഊഞ്ഞാലി കെട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കാം, ക്യാമ്പ് ഫയർ വേണമെങ്കിൽ ഇവിടെ നടത്താം. പക്ഷേ ക്യാമ്പ് ഫയർ നടത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു, എനിക്കൊന്ന് വേറെ എന്തോന്ന് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ, വളരെ മനോഹരമല്ലേ. ഇവിടെ കല്ലുകൊണ്ട് കെട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവർ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അധികം പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെയും പോകുമ്പോഴും സൂക്ഷിക്കണം, പിള്ളേരൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഭാഗത്ത് വേറെ ഒന്നും കെട്ടിയിട്ടില്ല, അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴെ പോകും. ഇത് നോക്കി എന്നാ വ്യൂ ആണെന്ന്. ഇപ്പോൾ കോട കുറച്ച് കുറഞ്ഞ കേട്ടോ, നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ കോട മുകളിലേക്ക് കയറും, അപ്പോൾ പ്രത്യേക ഭംഗിയാണ്. ഇത് നോക്കി ഡോൺ നിൽക്കണ്ട പാറപ്പുറത്ത്, അതെ. സന്തോഷം കണ്ടില്ല ഡോണ്ട. ഞായറാഴ്ച ഉള്ളൂ ഡോൺ, അത് കഴിഞ്ഞാൽ ഡോൺ ഒരു വർഷത്തേക്ക് ടാറ്റ ബൈ ബൈ. ഒരു വർഷത്തേക്കല്ല, 15 വർഷത്തേക്ക്. പിന്നെ ഒരു വർഷത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വെക്കേഷൻ വരാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ട് മൂന്നാറിൻ്റെ ഇവിടെയുള്ള ഭാഗങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ആ പാറപ്പുറത്തു നിന്നുള്ള വ്യൂ ഒന്ന് കണ്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. എന്താണെന്നുള്ളത് നോക്കട്ടെ. എൻ്റെ അമ്മു പൊള്ളിയാണല്ലോ, തൂക്കി സൂപ്പറല്ലേ അല്ലേ. തൂക്ക് അവിടെ നേരത്തെ കോട കയറിയതാണ് ആ ഭാഗത്ത്, ഇതുണ്ടോ. ഇപ്പോൾ ഇത് കോട ഇങ്ങോട്ട് പോയി 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 എന്നാ വ്യൂ ആണെന്ന് നോക്കിയേ. ഓ, ഇത് അടിപൊളി സ്ഥലമുണ്ടാ വന്നത് നോക്കിയേ. അത് മൂന്നാർ ടൗണാണ് ഞാൻ കാണുന്നത്. അല്ല, ടൗൺ അല്ല കേട്ടോ, സോറി, ടൗൺ അവിടെ അല്ല, ടൗൺ ഉണ്ടോ. നോക്കിയേ കോട നോക്കിയേ, പൊളി 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 പൊളി. അപ്പോൾ ഇതാണ് ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ടിൻ്റെ ഇവിടുത്തെ ഭാഗങ്ങളും റിസോർട്ടിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളും. ഇനി വൈകിട്ട് ഡിന്നർ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയായിരിക്കും മിക്കവാറും കഴിക്കുന്നത്. പിന്നെ നാളത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കാണിച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഫോൺ ഡോണിന് കൊടുക്കണം, ഡോണിന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ രാത്രിയിൽ എന്താണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും, ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ റെസ്റ്റോറൻറ്റ് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റൂമിലേക്ക് ഓർഡർ ചെയ്തിട്ടാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രി കാണാം. ബൈ ബൈ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഡിന്നർ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ്, വേറെ ഫുഡ് കഴിച്ചിട്ട് വന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 6-ാം തീയതി രാവിലെ മോർണിംഗ് ഞങ്ങളുടെ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ആണ് കാണിച്ചു തരാം കേട്ടോ. ഇതേ കോട കയറി നോക്കി, ഇതെന്താ നോക്കി, അടിപൊളിയല്ലേ. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് കോട കയറുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കി എല്ലായിടത്തോട്ടും നന്നായിട്ട് കയറുന്നുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ, 8 മണിയായി. 8:30 തൊട്ട് 10 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ. അത് ജസ്റ്റ് താഴേക്കൊന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം രാവിലെ. ഒയ്യോ, കോട കയറി കയറി തന്നെ നോക്കി. ഒരു 8:30 സമയത്തുള്ള ഞങ്ങളുടെ റിസോർട്ടിൽ ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കോട കയറുന്ന ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യമല്ല നല്ല തണുപ്പുണ്ട്. നോക്കി കോട കയറുവാണ്, നോക്കി കയറി 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 പോകണമെങ്കിൽ കോട. എന്ത് രസമല്ലേ ഇവിടെ ഇത് കാണാനായിട്ട്. ട്രീ ഹൗസ് നോക്കി പ്രത്യേക ഭംഗിയിലാണ്. കോട കയറുന്നുണ്ട് ഇവിടെ, എപ്പോഴും കോട കയറും, പിന്നെ കോട പാറും,
എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം, ട്രീ ഹൗസിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ എങ്ങനെയാണ് കാഴ്ച എന്നല്ല, സൂര്യപ്രകാശം ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല കോടയാണ് കേട്ടോ ഇവിടെ. പൈസ കൊടുത്തതിന് അത്യാവശ്യം അതായത് ഇവിടുത്തെ റേറ്റിനുള്ള നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. എത്ര റേറ്റ് എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞുതരാം എത്ര റേറ്റ് എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ കോട്ടേജ് ഉണ്ടല്ലോ, ആ കോട്ടേജിന് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 3100 ഓൺലൈൻ ബുക്കിംഗ് അല്ലാണ്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ. ഓൺലൈൻ ബുക്കിങ്ങിൽ വരുമ്പോൾ അത് 3500 ആവാം, 3800 ആവും. അത് ഓരോരോ സീസൺ അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഈ ട്രീ ഹൗസിന് എനിക്ക് തോന്നുന്നത് 8000 രൂപയാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചില്ല ശരിക്കും എത്രയാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ എന്ത് വന്നാലും ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ടാക്സ് ചിലപ്പോൾ 1500-2000 അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2000 രൂപ 1500 നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും. ഞാനിവിടെ ഒരു നമ്പർ തന്നേക്കാം, അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ പുള്ളിയാണ് എനിക്കിതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ റിസോർട്ടുകൾ എടുത്തപ്പോഴും പുള്ളിയാണ് എനിക്ക് നല്ല റിസോർട്ടുകൾ നോക്കി റേറ്റ് നോക്കി നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്പറിനെ താഴെ കൊടുത്തേക്കാം. മൂന്നാറോ ഇടുക്കിയോ വയനാടോ കൊടൈക്കനാൽ ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ റിസോർട്ട് കാര്യങ്ങൾ വേണം, നല്ല ബഡ്ജറ്റ് റിസോർട്ടുകൾ, സേഫ് ആയിട്ടുള്ള ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ റിസോർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അറേഞ്ച് ചെയ്ത് തരും. പുള്ളിയുടെ പേരും പുള്ളിയുടെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ മതി. എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാം. പുള്ളി അപ്പോൾ നല്ല റിസോർട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അതോർത്ത് നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട. ഇത് ഞങ്ങൾ നേരത്തെ കയറിയ പാറപ്പുറത്തും ജസ്റ്റ് ഒന്ന് കയറുവാണ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി. വാവ്, നോക്കി, ആഹാ എന്നല്ലേ അടിപൊളിയായിട്ട്. ഈ റിസോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ കോടയാണെങ്കിലും നല്ല കോടയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ജൂൺ സമയത്ത് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നത്. ചാറ്റൻ മഴയ്ക്കുള്ള കാരണം അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ആസ്വദിക്കാൻ പറ്റും. എപ്പോഴും ചിലപ്പോൾ പറ്റണം എന്നില്ല, ചില സമയത്ത് ക്ലൈമറ്റ് നന്നായിട്ട് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈം കഴിഞ്ഞല്ലോ, ഇപ്പോൾ പിള്ളേർക്കെല്ലാം ക്ലാസ് തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ ടൂർ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പക്ഷേ വീക്കെൻഡിൽ വരുവാന്നുണ്ടെങ്കിൽ ശനിയും ഞായറും വരുവാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തിരക്കില്ല കേട്ടോ. അപ്പോൾ ഇടദിവസം ആയതുകൊണ്ട് ഒരു തിരക്കില്ല. റോഡാണെങ്കിലും പല സ്ഥലങ്ങളാണെങ്കിലും റിസോർട്ടുകളാണെങ്കിലും എല്ലാം ബുക്കുമല്ല, ഭയങ്കര റേറ്റും കാര്യങ്ങളുണ്ട്. ഓഫ് സീസൺ ആണല്ലോ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് വരുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നല്ല ഇടദിവസങ്ങളായിരിക്കുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ പോലും ശനി ഞായർ വരുവാന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലുള്ളൂ. അത് ഈ മാസങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിരിക്കുള്ളൂ. നോക്കിയേ ക്ലൈമറ്റാണ് ഞാൻ പറഞ്ഞത്, ക്ലൈമറ്റ് അടിപൊളിയാണ്, പിന്നെ തിരക്കില്ല എന്നുള്ളതാണ്. ഫുൾ നേച്ചർ. ആഹാ, ജീവിയുടെ സൗണ്ട്. നമ്മുടെ നാട്ടിൽ ജീവിയുടെ സൗണ്ട് ഇട്ട് നമ്മൾ തലക്ക് വരാൻ തുടിക്കണമെന്ന് പറയും. ഇവിടെ വന്നിട്ട് ജീവിയുടെ സൗണ്ട് ഇട്ട് ഒരു കുഴപ്പമില്ല. ഇത് കോട കയറിപ്പോ നോക്കി. റിസോർട്ടുകൾ ഇപ്പോൾ ഒന്നും കാണാനേ പറ്റുന്നില്ല. നോക്കി ട്രീ ഹൗസ് നോക്കി. നോക്കി അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ പോയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് താഴേക്ക് വരാം. അതേപോലെ റിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ഇതൊക്കെ നോക്കി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ കോടയാണ് കാണുന്നത്. എൻ്റെ പൊന്നു, ഇത് രസമാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ആ വ്യൂ, കോട കയറിയിട്ടുള്ള വ്യൂ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. ഒരു സാധനം കാണാൻ പറ്റുന്നില്ല. ഇത് നോക്കി, കോട കയറിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അടിപൊളിയല്ലേ. ഉണ്ട് ആ റിസോർട്ടിലൊക്കെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നത് ഹിന്ദിക്കാരാണ്, നോർത്ത് ഈസ്റ്റിനൊക്കെ വന്നവരാണ്. മലയാളികളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്, എന്തൊക്കെ മെനു ഉള്ളതെന്നുള്ളത് അവിടെ ചെന്ന് കാണിക്കാൻ കേട്ടോ. അത് റിസപ്ഷൻ്റെ അവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ട്രീ ഹൗസ് നോക്കി ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം എത്ര മണിയാണെന്ന് അറിയാമോ? 9 മണിയായി. രാവിലെ 9 മണി സമയത്തുള്ളതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 9 മണി. OnePlus ആണ് എൻ്റെ ഫോൺ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നടന്നതാ. നേരെ പത തുപ്പി. അയ്യോ, ഇതുപോലത്തെ കയറ്റൊന്നും കയറാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിസപ്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. വരും, റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോൾ എല്ലാം റെഡിയാക്കി പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈ കഴുകണം. കൈ കഴുകി എന്നിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങളോട് ഞാൻ പറയാം കേട്ടോ. ഒരു സമയത്ത് 25 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റാണ് ഇത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഫുഡ് എടുക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയില്ല. എന്നാലും നോർമലായിട്ടുള്ള പൂരി, ഇഡ്ഡലി, സാമ്പാർ, ബ്രെഡ്, ഓംപ്ലേറ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലും ഉള്ളത്. അതിൽ ഒരുപാട് ഐറ്റംസ് എന്ന് പറയാനില്ല, എന്നാലും കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ജ്യൂസായിട്ട് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, പിന്നെ കോഫി ഉണ്ട്, ചായ ഉണ്ട്.
ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തത് പൂരി ഉരുളക്കിഴങ്ങ് കറിയാണ്. പിന്നെ ജ്യൂസ് എടുത്ത്, പിന്നെ എല്ലാവരും അത്യാവശ്യം ഓൾമോസ്റ്റ് കഴിച്ച് കഴിയാറായി. അമ്മ വന്നില്ല, അമ്മയ്ക്ക് കോട്ടേജിൽ കൊണ്ടു കൊടുക്കും. അമ്മയ്ക്ക് ഇത്രയും കയറാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. ഇനി പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകണം. അമ്മയ്ക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഫുഡ് ഇവരിവിടുന്ന് കൊണ്ടുപോയി കൊടുത്തോളും. ഇപ്പോൾ സമയം 10 മണി, 11 മണിക്ക് നമുക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സൈഡൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ലോഗോ, ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ടിൻ്റെ ലോഗോ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു വെള്ളം കുളം പോലെ അത് ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നുമില്ല, പക്ഷേ കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു റിസോർട്ടാണ്. ഫാമിലിയായിട്ട് വന്ന് താമസിക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കണ്ടോ, ഇപ്പോൾ ജീപ്പ് കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോകേണ്ട ജീപ്പ്. ഡോൺ. അവിടെ ഒരു പട്ടിക്കുഞ്ഞുണ്ട്. പട്ടിക്കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പോയാണ്. ഇല്ലാന്ന് തോന്നുന്നത്. പട്ടിക്കുഞ്ഞുണ്ടോ അവിടെ? ആണോ? കയറി വരുന്ന സ്ഥലത്തുണ്ടല്ലോ വേറൊരു ക്ലൗഡ് ഡെയിൽ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട് ഇവിടെ. ഉണ്ടോ? അപ്പോൾ അത് ഈ 2 റിസോർട്ടും അടുത്തടുത്താണ്. ഇത് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു താമസിക്കാൻ പറ്റുന്ന സ്ഥലം. പക്ഷേ ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നല്ല വൈബുള്ള റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് ഈ റിസോർട്ട്. ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ്, മൂന്നാമത് ചിന്നക്കനാൽ പോകുന്ന റൂട്ടിൽ ഗ്യാപ്പ് റോഡിലാണ് ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോരാൻ താല്പര്യമുള്ളവരെ ഞാൻ ക്ഷണിക്കുകയാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട റിസോർട്ടാണ്. ഞാൻ കുറേ റിസോർട്ടുകളിൽ പോയിട്ടുണ്ടെങ്കിലും അതായത് 2, 3, 4 റിസോർട്ടുകൾ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരു റിസോർട്ടാണ് ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ട് മൂന്നാർ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അവരെ. ഓൺലൈനിൽ നമുക്ക് മേക്ക് മൈ ട്രിപ്പിൽ കിട്ടും. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു കേട്ടോ. 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടേക്കൊന്ന് കറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഇപ്പോൾ എല്ലാവരും വെക്കേറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എനിക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ആക്കാമെന്ന് വിചാരിച്ചു, എന്നാലും കുറച്ച് ലെങ്തി ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ ഗൈസ്, ബൈ, സി യു. പ്രകാശ് ചേട്ടനാണ് ഞങ്ങളവിടെ എത്തിക്കുന്നത്.